മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം. മമ്മൂട്ടി ആരോഗ്യത്തോടെ നടക്കണം, ചിന്തിക്കണം എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരം രീതിയിലാണ്. എന്നാൽ പണ്ടൊരിക്കൽ മമ്മൂട്ടി പൊട്ടിക്കരഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് മുകേഷ്. മുകേഷിൻ്റെ തോളിൽ ആരും അറിയാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മമ്മൂട്ടി കരഞ്ഞു എന്നാണ് മുകേഷ് പറയുന്നത്. എനിക്കിനി എങ്ങനെ അഭിനയിക്കാൻ പറ്റുമടാ, എൻ്റെ മുഖം എങ്ങനെ പുറത്ത് കാണിക്കും എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മമ്മൂട്ടി കരഞ്ഞത് എന്ന് മുകേഷ് ഓർത്തെടുത്ത് പറയുന്നുണ്ട്. മുകേഷിൻ്റെ സ്നേഹം അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മുകേഷ് അത് മറന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൊല്ലത്തുള്ള എൻ്റെ സുഹൃത്ത് ഭദ്രൻ ബുള്ളറ്റിൽ ലൊക്കേഷനിൽ വരും. ബുള്ളറ്റ് കണ്ടാൽ മമ്മൂക്ക അതെടുത്ത് ഒരു റൗണ്ട് അടിക്കും. ഒരു ദിവസം എന്നെ കൂടി വിളിച്ചു. അദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും അല്പം സ്പീഡാണ്, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും. മമ്മൂക്കയ്ക്ക് നല്ലപോലെ ഓടിക്കാനൊക്കെ അറിയുമോ എന്ന് ചോദിച്ചു. ഇത് ഓടിക്കാൻ അറിയാവുന്നത് കൊണ്ട് മേള എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ KG ജോർജ് വിളിച്ചത് ധൈര്യമായിട്ട് കയറിക്കൂ എന്ന് മുകേഷിനോട് പറഞ്ഞു. ഒരു ദിവസം റൗണ്ട് അടിച്ചു, രണ്ടാമത്തെ ദിവസം റൗണ്ട് അടിച്ചു, മൂന്നാമത്തെ ദിവസം ഒരു വളവ് തിരിഞ്ഞപ്പോൾ സൈക്കിളുകാരനുമായി കൂട്ടിയിടിച്ച് താഴെ വീണു എന്നാണ് മുകേഷ് പറയുന്നത്. എന്നാൽ റോഡ് പണി നടക്കുന്നതിനാൽ തന്നെ മെറ്റലും ചരലും ഉണ്ടായിരുന്നു. ചരലിന് പുറത്ത് കയറി സ്കിഡ് ചെയ്ത് വീണതാണെന്ന് മമ്മൂട്ടി തിരുത്തുന്നു. മുഖമടിച്ചാണ് വീഴുന്നതെന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. ഞാൻ ചാടി എഴുന്നേറ്റു. ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെറുതായി മുറിവെന്നും മുകേഷ് പറയുന്നു. എന്നാൽ ചെറുതൊന്നുമല്ല, മുഖത്തിൻ്റെ ഒരു സൈഡ് പോയി എന്നാണ് മമ്മൂട്ടി പറയുന്നത്. അതൊന്നുമില്ല, ഒരു ചെറിയ മുറിവെന്ന് തിരുത്തിക്കൊണ്ട് മുകേഷ് പറയുന്നുണ്ട്. അദ്ദേഹം ആകെ തളർന്നു പോയൊരവസ്ഥയായിരുന്നു അത്. പിന്നീട് ന്യൂഡൽഹിയിലെ GKയും സെൻസിബിലിറ്റി എന്നൊക്കെ പറയുന്നതും കാണുമ്പോൾ ഇതാണ് ഓർമ്മ വരുന്നത് എന്ന് പറയുന്നു. മുകേഷ് പറയുന്ന വാക്കുകൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇദ്ദേഹം എഴുന്നേറ്റ് പൊട്ടി പൊട്ടി കരയുന്നതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എനിക്കിനി അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് കരയുന്നത്. എന്നെ സിനിമയിൽ എടുക്കുമോ എന്നാണ് ചോദിച്ചാണ് കരയുന്നത്. എൻ്റെ മുഖം പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു മമ്മൂട്ടി അന്ന് ചെയ്തതെന്ന് മുകേഷ് ഓർത്തെടുത്ത് പറയുന്നുണ്ട്. മുകേഷ് ഓർത്തെടുത്ത് പറയുന്നത് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കും അത്ഭുതമായി തോന്നുന്നു. ഇത്രയും നാളുകൊണ്ട് മമ്മൂട്ടി ഉണ്ടാക്കിയ ഒരു ഗ്ലാമർ തന്നെയാണ് ഇപ്പോൾ മുകേഷ് ഇല്ലാതാക്കിയതെന്നാണ് എല്ലാവരും പറയുന്നത്. അവരുടെ സൗഹൃദത്തിനിടയിൽ സംഭവിച്ചതാണ്. എല്ലാവർക്കും പറ്റുന്നൊരു സാധാരണ കയ്യബദ്ധം. അതിൽ വീണുപോയ മമ്മൂട്ടിയുടെ അവസ്ഥ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഞാൻ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും മലയാളത്തിൻ്റെ ഈ പൗരുഷം പൊട്ടിക്കരയുകയാണ്. ഓരോ ഗംഭീരമായ റോളുകൾ വരുമ്പോഴും തനിയാവർത്തനത്തിലെ ബാലഗോപാലെ പോലെ ഞാനിങ്ങനെ ചിന്തിക്കും. സീരിയസ് രംഗത്ത് എന്തിനാണ് ചിരിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കും. വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതാണെന്ന് ഞാൻ മുകേഷിന് പറയുമെന്നും മുകേഷ് തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് ഊട്ടിയുറപ്പിക്കുന്ന വരികൾ. മമ്മൂട്ടി എന്ത് പാവമാണെന്നും അദ്ദേഹം ഈ കാണുന്ന പോലൊരു വ്യക്തിയല്ല എന്നൊക്കെ ഇതിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവർക്കും ഇതേ കാര്യം മനസ്സിലാകുന്നുവെന്നും പറയുന്നു. ആരാധകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാക്കുകൾ തന്നെയാണ് വൈറലായി മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.